ഹലോ ഗൈസ്, എല്ലാവർക്കും 100 മൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു ടീസറാണ്. ആ ടീസർ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയതാണ്. ഒരു 10-11 മാസമായി അത് ഇറങ്ങിയിട്ട്. പക്ഷേ ഇല്ല, സിനിമേൻ്റെ ഡേറ്റും അതുപോലെ തന്നെ അതിൻ്റെ സോങ്സും എല്ലാം റിലീസായത് റീസെൻ്റാണ്. അപ്പോൾ ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്, ജനുവരി 31 അരവിന്ദിൻ്റെ അതിഥികൾക്ക് ശേഷം വിനീത് ശ്രീനിവാസും എം മോഹനും ചേർന്നുകൊണ്ട്, അതായത് വിനീത് ശ്രീനിവാസിൻ്റെ അറസ്റ്റ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി പോകുന്ന ഒരു ജാതകം എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ സിനിമയിൽ നിരവധി കഥാപാത്രങ്ങളുണ്ട്. വിനീത് ശ്രീനിവാസിന് പുറകെ നിഖില വിമലുണ്ട്, സയനോര ഫിലിപ്പുണ്ട്, അതുപോലെ തന്നെ ഇഷ തൽവാറുണ്ട്. അങ്ങനെ ഒരു 8-9 നായികമാരും, അതുപോലെ തന്നെ അജു വർഗീസ്, ബാബു ആന്റണി, ശ്രീനിവാസൻ, അങ്ങനെ ഉള്ള ഒരു വലിയ കാസ്റ്റിംഗ് ആണ് ഈ സിനിമയിലുള്ളത്. വിനീത് ശ്രീനിവാസിനകത്ത് രാകേഷ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ടീസറിലേക്ക് പോകാം. നോക്കിക്കോട്ടെ, കൈനോട്ട കാര്യം നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമാണ് ഇനി വരാൻ പോകുന്നത്. ആദ്യം തന്നെ തകർത്തങ്ങ് തരിപ്പണമാക്കി കളഞ്ഞു. കാരണം നീലാകുമേല് ഒരു കൈ നോക്കുന്ന ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം വിനീതിൻ്റെ കൈ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇനി അങ്ങോട്ടേക്ക് പോയി, മൊത്തം പോയി. ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് രാകേഷിൻ്റെ പ്രശ്നങ്ങളെല്ലാമാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാബു ആന്റണിയെ കാണിക്കുന്നുണ്ട്, കുറേ നടിമാരെ കാണിക്കുന്നുണ്ട്. ഇവരൊക്കെ പോയി പെണ്ണ് കണ്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇവരൊക്കെ പുറകെ പോയിട്ടുണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടറിൻ്റെ ഇതിനു മുമ്പുള്ള സിനിമകളെക്കുറിച്ച് പറയുന്നുണ്ട്. കഥ പറയുമ്പോൾ, മാണിക്കക്കല്ല്, അരവിന്ദ് അതിഥികൾ, ഇതെല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കാരണം ഇവിടെ കലാപങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ശത്രു ഉള്ളത് പുറത്തല്ല, അകത്താ. വീട്ടിൻ്റെ ഉള്ളിലാന്നൊക്കെ പറയുന്നുണ്ട്. മിക്കവാറും കുടുംബത്തിലെന്തോ പ്രശ്നമാണ്. ഫൈറ്റൊക്കെ ഉണ്ട്. കോമഡി സിനിമയാണെങ്കിലും ഫൈറ്റും പ്രശ്നങ്ങളും അതിൻ്റെ സൊല്യൂഷൻസും എല്ലാം ഉണ്ടാവും. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഈ കയ്യിനി വേറൊരു മനുഷ്യനെ കാണിക്കാൻ നിൽക്കണ്ട. ഒരു ഒന്നാന്തരം കിടിലും ടീച്ചർ തന്നെ, അടിപൊളി ടീച്ചറായിരുന്നു. എല്ലാം അതിനകത്തുണ്ട്, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നടിമാരാണെങ്കിലും അതുപോലെ തന്നെ വിനീതിൻ്റെ ആ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം, ആ ഒരു സിനിമേൻ്റെ ആ പേരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ടീച്ചറിനകത്തുണ്ട്. അപ്പോൾ ഒരു ജാതകത്തിൻ്റെ പേരിൽ നെട്ടോട്ട് ഓടുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ടാണ് ഈ കഥ പറയുന്നത്. രാകേഷ് എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. അപ്പോൾ അതുപോലെ തന്നെ നിഖില വിമലിനെ കാണിക്കുന്നുണ്ട്. നിഖില വിമലിനെ എടുത്തു പോയി അവസാനം ചെന്ന് പെടുന്നതായിരിക്കണം. അതുപോലെ തന്നെ ബാബു ആന്റണിയും കാണിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ ആക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ കുറേ കല്യാണാലോചനകളൊക്കെ നടന്ന് മുടങ്ങിയൊക്കെ ഇരിക്കുന്ന ഒരു ചെക്കനായിരിക്കാനാണ് സാധ്യത. അതായത് രാകേഷ് ജാതകത്തിൻ്റെ പേരിൽ നെട്ടോട്ട് ഓടുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ടായിരിക്കും ഈ സിനിമയ്ക്കകത്ത് പറയുന്നത്. ഇത് ഫുള്ളി കോമഡി, ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാവാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.